ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ചെറിയ വ്ളോഗുമായിട്ട് വന്നതാണ്. രാവിലത്തെ എൻ്റെ ചെറിയ പരിപാടികളൊക്കെ ചായക്കടി ഉണ്ടാക്കുന്നതും അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ കാര്യം, 5 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അമ്മക്കുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചുകൊണ്ട് പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. ആദ്യം ഞാൻ ചായക്കുള്ള വെള്ളമാണ് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ മൂത്ത മോന് ട്യൂഷന് പോകുമ്പോൾ നേരത്തെ തന്നെ പോകണം, ഒരു 7:30-ൻ്റെ ഉള്ളിലായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് പിന്നെ ഓട്സാണ് ഇപ്പോൾ സാധാരണയായിട്ട് കഴിക്കൽ. നമ്മളൊക്കെ ഉണ്ടാക്കി തിന്നുന്ന ചായക്കടിയൊന്നും അവന് വലിയ ഇഷ്ടമല്ല. അപ്പോൾ രാവിലെ ഓട്സ് മതി എന്ന് പറയണതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഓട്സിനും വേണ്ടിയിട്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലും വെള്ളവും കൂടെ പകുതിയായിട്ട് എടുത്തിട്ടാണ് തിളപ്പിക്കൽ. അപ്പോൾ അത് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ്മേൽ വെച്ചിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, അത് അലൂമിനിയത്തിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് മേടിച്ചതാണ്. കടകളിലൊക്കെ അതിൻ്റെ ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വല്ല കാറ്റ് അടിച്ചാൽ ഫ്ലെയിം കേടൊന്നുമില്ല. അതുപോലെ തന്നെ അടിച്ചാലും കുറേ ഗ്യാസ് ഈട് നിൽക്കുന്നുണ്ട്. ഞാൻ അതിനേക്കാളും കണ്ടിട്ടുള്ളത് വലിയ പാത്രം വെക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടാവുന്നുണ്ട്. അതന്നെ വലിയ ഉപകാരമാണ്. അപ്പോൾ എൻ്റെ പാലൊക്കെ വേഗം തിളച്ചിട്ടുണ്ട്. ആ ഫ്ലെയിമിൽ എന്ത് വെച്ചാലും പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ചായൻ്റെ വെള്ളം തിളച്ചപ്പോൾ അതിൽ ചായപ്പൊടി ഇട്ടുകൊണ്ട് അതൊന്ന് ഓഫാക്കി വെക്കട്ടെ. പിന്നെ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. എനിക്ക് വീഡിയോ എടുക്കുന്ന രീതിയിലായാലും സ്പീഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ചിലതൊക്കെ മിസ്സായി പോകുന്നുണ്ട്. ഞാനിതിൽ ഓട്സ് നേരത്തെ ഇട്ടിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഓട്സൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാൻ വെച്ച് ഞാൻ ഇതിലേക്ക് വറവിടുകയാണ്. ഇന്ന് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. ബട്ടർ ആയാലും നെയ്യായാലും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് നെയ്യാണുള്ളത്, അതുകൊണ്ട് നെയ്യ് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ അതിലൊക്കെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഓട്സ് കിട്ടുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി സമയം പോണ ബേജാറില്ല. മോനക്കുള്ളതായിട്ടുള്ളത് കൊണ്ട് ഇനി ബാക്കിയുള്ളവർക്കുള്ള ചായക്കടി സാവകാശം ഉണ്ടാക്കിയാലും മതി. പിന്നെ ഞാൻ പാല് ഞങ്ങൾക്ക് ചായക്ക് വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഉമ്മയാണ് കുടിക്കൽ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാൽ ചായക്ക് പാല് വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിതൊക്കെ ഈ 4 ഫ്ലെയിമിലും നിരത്തി ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യലുണ്ട്. ഈ വീഡിയോ എടുക്കായപ്പോൾ എനിക്ക് ഓരോന്നും കൂടി കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വെക്കുന്നത്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ചായ ഞാൻ മൂടി വെച്ച്. ഇനി ബാക്കി ഞാൻ ചായക്കടി ഉണ്ടാക്കുന്നത് ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോട്ടും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി മൂടി വെക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കും. അതിനാണ് ഈ അമ്മിക്കല്ലിൻ്റെ കുട്ടീനെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഏറ്റവും താഴെ ഞാൻ ഇളം ചൂടുവെള്ളം വെക്കും. ഇങ്ങനെ ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. ഇളം ചൂടുവെള്ളം താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് നല്ല ഫ്ലഫി ആയി പൊങ്ങി കിട്ടുന്നു. പറഞ്ഞ പോലെ ശരിയാണ്. ഞാൻ അതിൻ്റെ ശേഷമൊക്കെ അങ്ങനെ തന്നെ വെക്കൽ. തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് സാധാരണ മാവ് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ കാരണം. ആ സമയത്തൊക്കെ ഇത് നല്ല ഉപകാരമായി കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ കിട്ടുക. ഇങ്ങനെ മാവ് ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിൽ വറ്റിന് പകരം അവലാണ് ചേർത്തത്. അപ്പോൾ ഇനി ഓരോ ഇഡ്ഡലി ചെമ്പായിട്ട് വെക്കാം. ഞാൻ 2 ഇഡ്ഡലി ചെമ്പ് വെക്കും. ഒന്ന് സ്റ്റീലിൻ്റെ, ഒന്ന് ആദ്യത്തെ അലൂമിനിയത്തിൻ്റെ വെക്കും. അലൂമിനിയത്തിൻ്റെ വെറും 7 ഇഡ്ഡലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലാകുമ്പോൾ 21 ഉണ്ടാവും. അപ്പോൾ ഒറ്റ ട്രിപ്പ് കൊണ്ട് പരിപാടിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 കൂടെയാണ് വെക്കുക. ഞങ്ങൾ വീട്ടിൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. പോരാത്തതിന് എനിക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് വേഗം പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 2 കൂടെ വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിൽ നെയ്യൊക്കെ തടവിയിട്ട് ഞാൻ മാവൊക്കെ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അലൂമിനിയം ചെമ്പും വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ളതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ സാമ്പാറിനുള്ള. അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ആ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ബാക്കി പച്ചക്കറിയൊക്കെ ഞാനൊന്ന് തൊലിച്ച് കഴുകി മുറിച്ചെടുക്കട്ടെ. അതൊക്കെ ലെങ്തി ആക്കി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കാണിക്കാതെ വിട്ടതാണ്. ഞാൻ കട്ട് ചെയ്ത് മുഴുവൻ ഈ കുക്കറിലേക്ക് തന്നെ പരിപ്പൊക്കെ വെന്തതിന് ശേഷം തുറന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിനുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇഡ്ഡലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കണ്ടും കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ല മയമുള്ളതാണ്. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും തിന്നാൻ മടി ഉണ്ടാവില്ല. മറ്റേ ഉഴുന്നൊക്കെ കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യണമാകുമ്പോൾ പുളി കൂടും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പറയാൻ തന്നെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ല, അത്രയും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ അങ്ങനെ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എൻ്റെ സാമ്പാറൊക്കെ വെന്ത് ഞാനതിൽ വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പ് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലേക്കുള്ള ചായക്കടിക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഈ സാമ്പാറായാൽ പിന്നെ ഒരു ഗുണമുണ്ട്, ഉച്ചയ്ക്ക് നമുക്ക് ചോറിനുള്ള കറിയും ഇത് തന്നെയാവും. അപ്പോൾ ഞാനൊരു 3 ഇഡ്ഡലിയും അതിക്ക് കറിയും ചായയൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂത്ത മോന് നേരത്തെ തന്നെ ഓട്സൊക്കെ തിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള മീനും കൂടി ഇതിൻ്റെ കൂടത്ത് തന്നെ ഞാൻ പൊരിച്ച് വെക്കുകയാണ്. ഞാൻ മസാല ഇന്നലെ തന്നെ കട്ട് ചെയ്ത മീനാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ.
ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഐസ് പോകാൻ താഴേക്ക് വെച്ച് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. രാവിലെ കടികളും അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ചോറ് ഒന്ന് ഉണ്ടാക്കാൻ കുറച്ച് വൈകുള്ളൂ. ചോറും ഒരു സ്കൂൾക്ക് കൊണ്ടുപോകുന്ന ദിവസം നേരത്തെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഈ മീൻ ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തോ കേദറോ എന്തോ ആണ് മീനിൻ്റെ പേര് പറഞ്ഞ്. എനിക്ക് ആ മീൻ ഏതാണെന്നൊന്നും മനസ്സിലായില്ല. കാരണം കട്ട് ചെയ്തത് വാങ്ങുമ്പോൾ നമുക്ക് മീൻ എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. കേദർ അറിയണമല്ലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. മീനിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം റെഡിയായി. ഞാൻ മൂടി വെച്ച്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇന്നുള്ളത് ഈ സാമ്പാർ തന്നെയാണ്. ആ സാമ്പാർ കറി ആയിട്ടുള്ളത് കൊണ്ട് വേറെ കറീൻ്റെ ആവശ്യമില്ല. അപ്പോൾ സാമ്പാറും മീൻ പൊരിച്ചതും പപ്പടം ഉണ്ട് ഇന്ന് ഉച്ചയ്ക്കും. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്കെങ്കിലും കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.